യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമത്തിലുള്ള കുറ്റം ചുമത്തിയതിൽ ചോദ്യങ്ങളുമായി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. പരിശോധനകളില്ലാതെയാണോ നരഹത്യാക്കുറ്റം ചുമത്തിയതെന്നും SITയുടെ ഉദ്ദേശമെന്തെന്നും കോടതി ചോദിച്ചു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം ശനിയാഴ്ചയും തുടരും. പ്രോസിക്യൂഷൻ ഹാജരാക്കേണ്ടിയിരുന്ന സംഭവം നടന്നതിന്റെ പോലീസ് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ദൃശ്യങ്ങളും ദൃശ്യങ്ങളുടെ ഫോറൻസിക് ലാബിലെ പരിശോധനാ റിപ്പോർട്ടും പരിശോധിക്കുന്നതിനും വിശദമായ വാദം കേൾക്കുന്നതിനുമായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. വാദിഭാഗം ഇപ്പോൾ തയ്യാറാക്കിയ പരാതി പൊലിപ്പിച്ച് എഴുതിയതുപോലെയെന്നും അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയ കോടതി പോലീസ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് ആരാഞ്ഞു. ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതുതന്നെ തെറ്റല്ലേ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. 308 വകുപ്പിനെ സാധൂകരിക്കുന്ന എന്ത് തെളിവുണ്ട് എന്ന് കോടതി ആരാഞ്ഞു. മെഡിക്കൽ ബോർഡിലെ പരിശോധനയ്ക്ക് മുൻപ് റിപ്പോർട്ട് കോടതിയിലെത്തിയത് എങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്നും SIT നൽകിയ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ സംശയിക്കേണ്ട സാഹചര്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച കോടതി പരിക്കുകൾ നിസ്സാരമല്ലേ എന്നും മരണം സംഭവിച്ചേക്കാവുന്ന മർദ്ദനം എന്ന് എന്തുകൊണ്ട് ഡോക്ടർ അന്ന് പറഞ്ഞില്ലെന്നും ചോദിച്ചു. ഗൺമാൻമാരുടെ ചുമതല മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമല്ലേ എന്നും പുറത്തെ പ്രതിഷേധങ്ങളെ നേരിടേണ്ടതുണ്ടോ എന്നും കോടതി ചോദിച്ചെങ്കിലും ഗൺമാൻമാരുടെ ചുമതല സംബന്ധിച്ച 2011 സർക്കുലർ പരിശോധിച്ചതിനു ശേഷം സുരക്ഷാ ജീവനക്കാർ പുറത്തിറങ്ങിയത് ജോലിയുടെ ഭാഗമായെന്നും മർദ്ദിച്ചത് അവർക്ക് അനുവദിച്ചു നൽകിയ വസ്തു കൊണ്ടെന്നും കോടതി വിലയിരുത്തി. ജനം, ആലപ്പുഴ.